ജാതിക്കയുടെ മറ്റൊരു ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നുമല്ല, ജാതിക്ക അച്ചാറാണ്. അപ്പൊ എങ്ങനെയാ മമ്മേന്റെ പ്രിപ്പറേഷൻ? ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജാതിക്ക ഏകദേശം ഒരു 1/2 കിലോ 15 എണ്ണം ഉണ്ടാവും. അത് തൊലി കളഞ്ഞ് ചെറുതാക്കി നുറുക്കി ഉപ്പിട്ട് വെച്ചു. ഞാൻ ഒരു ദിവസം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നിട്ടിട്ട് നാളെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കിയെന്ന് മാത്രം. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അതിൻ്റെ ഒപ്പം ആവശ്യമുള്ള സാധനങ്ങൾ: മുളക് പൊടി ഒരു 100 ഗ്രാം എടുക്കണം, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല ഇതെല്ലാം ചെറുതാക്കി നുറുക്കണം. ഇഞ്ചി ഒരു 25 ഗ്രാം എടുക്കുക, വെളുത്തുള്ളി ഒരു 50 ഗ്രാം, കറിവേപ്പില ഒരു 2 തണ്ട് മതി. പിന്നെ അച്ചാർ പൊടിക്ക് കടുക്, ഉലുവ, കായം ഇതൊക്കെ വറുത്ത് പൊടിച്ച് വയ്ക്കുക. കടുക് 1 ടീസ്പൂൺ, ഉലുവ 1 ടീസ്പൂൺ, കായം 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ചാൽ മതി. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഷുഗർ ഒരു 2 ടീസ്പൂൺ, ചുറുക്ക, നല്ലെണ്ണ, ഉപ്പ് ഇതൊക്കെ ആവശ്യത്തിന് എടുക്കാം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് നല്ലെണ്ണയിൽ ഞാൻ വറുത്ത് കോരി വയ്ക്കണം. ഇതിപ്പോൾ നമ്മൾ ജാതിക്കത്തൊണ്ടാണ് നല്ലെണ്ണയിൽ വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നത്. ഒരുവിധം ബ്രൗൺ ആയാൽ മതി, വല്ലാണ്ട് മൊരിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം എണ്ണയിൽ വറുത്ത് കോരി എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. ഇനി ഇതെല്ലാം നമ്മൾ നല്ലെണ്ണയിൽ വറുത്ത് കോരി ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ബാക്കി വരുന്ന എണ്ണയിൽ കടുക് പൊട്ടിക്കുക, മഞ്ഞൾപ്പൊടി ഇടുക, മുളക് പൊടി ഏകദേശം ഒരു 100 ഗ്രാം അതിടുക. അത് കഴിഞ്ഞ് നമ്മുടെ പഞ്ചസാര, പിന്നെ നമ്മുടെ അച്ചാർ പൊടി ഇതൊക്കെ ഇടുക. അതൊക്കെ ഒരുവിധം ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറുക്കൊഴിക്കണം അതിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കണത് എല്ലാം അതിലേക്ക് ഇടാം. ഉപ്പ് ഇടേണ്ട ആവശ്യം വരില്ല, കാരണം നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്നാണ് ജാതിക്കത്തുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പിടണ്ട. നമ്മളിതൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പിടാം. അച്ചാർ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുപ്പിയിലേക്ക് ആക്കാം. എന്നിട്ട് കുപ്പിയിൽ വേണം നമ്മൾ കുറച്ച് എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് കുപ്പിയുടെ മുകളിലേക്ക് അച്ചാറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു എണ്ണയിൽ തുണി മുക്കിയിട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ എണ്ണ അച്ചാർ ഒരു കേടും വരാണ്ട് ഇരുന്നോളും. അതിനും കൂടിയാണ് നമ്മൾ എണ്ണ തുണി മീതെ മുക്കിയിട്ടിട്ടിട്ട് നമ്മൾ കുപ്പി അടച്ചു വയ്ക്കണം. ഈ അച്ചാർ നമ്മളപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇതിൻ്റെ മുകളിൽ നമ്മൾ എണ്ണ തുണി ഇടണം. വല്ല പൂപ്പിൽ വരികയാണെങ്കിൽ തന്നെ ആ തുണിയുടെ മുകളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അത് അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മതിയാവും. ഒരുപാട് പേര് ജാതിക്ക അച്ചാർ ഉണ്ടാക്കുന്നവരുണ്ടാവും. എല്ലാവരും ഒരേ രീതിയിലാവണമെന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നവരെ അറിയിക്കണം. വേറെ ഏതെങ്കിലും രീതികളുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാനും മറക്കരുത്. അപ്പം നമുക്കും അടുത്ത പ്രാവശ്യം ജാതിക്ക ഉണ്ടാകുമ്പോൾ ട്രൈ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.